ഹലോ, ഹായ് മുത്തുമണിസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെ ടെറസിൻ്റെ മുകളിലെ പച്ചക്കറി കൃഷി കേട്ടത്. ഇതൊക്കെ നട്ട് പിടിപ്പിക്കുന്നത് ഞാനൊരു വീഡിയോ ഇട്ടിനിയല്ലോ. അപ്പം നമ്മൾ നട്ടതിന് ശേഷം നമ്മളിതൊക്കെ പച്ചക്കറി എന്തായിന്നുള്ളതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണമല്ലോ. അപ്പം നമ്മളെ പച്ചക്കറി പയറ് നല്ല ഉഷാറിൽ തന്നെ ഉണ്ടായി വന്നണേ. ഇത് കണ്ടപ്പോൾ എന്തൊരു സന്തോഷം. അപ്പം ഇത് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. നമ്മൾ നടുന്നത് മാത്രം കാണിച്ചാൽ പോരല്ലോ, ഉണ്ടായത് നിങ്ങൾക്ക് കാണണ്ടേ. കണ്ടില്ലേ എങ്ങനെയുണ്ട് നമ്മളെ പയറൊക്കെ? ഒരു വളവും ഇല്ലാതെ ഒരു വളം കൂട്ടാതെ നല്ല പയർ കേട്ടോ. നമുക്ക് വിശ്വസിച്ച് തിന്നാൻ പറ്റണം. നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതൊക്കെ പല വളങ്ങളൊക്കെ കൂടി ഉപയോഗിച്ചിട്ട് നട്ട് പിടിപ്പിക്കുന്നതാണല്ലോ. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്ത് നട്ട് പിടിപ്പിക്കുക. ഒരു പച്ചക്കറി തോട്ടം നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടാക്കുക കേട്ടോ. അപ്പം നമ്മളെ വീടിൻ്റെ മുറ്റത്തേക്ക് നമുക്ക് സൗകര്യം ഇല്ലെങ്കിൽ ഇതുപോലെ ടെറസിൻ്റെ മുകളിലൊക്കെ നട്ട് പിടിപ്പിച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഒരു ചാക്ക് ഉണ്ടെങ്കിലും ചാക്ക്, കുപ്പി, നമ്മൾ എന്തൊക്കെ നമ്മളെ കയ്യിൽ ഒഴിവാക്കിയതുണ്ടെങ്കിൽ അതിലൊക്കെ നട്ട് പിടിപ്പിക്കുക കേട്ടോ. പച്ചമുളക്, തക്കാളി, വെണ്ട, ഒരു നേരത്തേക്കുള്ള അന്നന്നേക്കുള്ള പച്ചക്കറികൾ നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നല്ല ഒരു വളവും കൂടാത്ത നല്ല ജൈവ കൃഷി കേട്ടോ. ഇത് കാണുമ്പോഴല്ലേ ഭയങ്കര സന്തോഷം. വെണ്ട ഉണ്ടായിന്, തക്കാളി ഉണ്ടായിന്, എല്ലാം തന്നെ അത്യാവശ്യം തന്നെ ഉഷാറിലുണ്ടായിന്. അപ്പം നമ്മൾ നട്ട് പിടിപ്പിക്കാത്ത ഒരൊറ്റ പ്രശ്നമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. നമ്മളെന്താണ് ഇതിനോടൊക്കെ ഒരു മടി, വേണ്ടേ ഒക്കെ കടകളിൽ നിന്ന് വാങ്ങാലോ എന്ന് വിചാരിച്ച്. അപ്പം ചെറിയൊരു മനസ്സ് വെച്ചാൽ നമ്മളെ വീട് മുറ്റത്തും നമുക്കൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഒരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ നട്ട് പിടിപ്പിച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ കണ്ടില്ലേ, നമ്മളെ കയ്യിൽ ചില സമയത്ത് ചാക്കുകളൊക്കെ കിട്ടാതാണ് സമയത്ത് ഇതുപോലത്തെ ബോട്ടിൽ കുപ്പികൾ, നമ്മൾ ഒഴിവാക്കിയ വെള്ളത്തിൻ്റെ ഒക്കെ ബോട്ടിൽ കുപ്പികൾ, അതുപോലെ സവനപ്പിൻ്റെ കുപ്പികളൊക്കെ നമ്മളിങ്ങനെ പെറുക്കി കൊണ്ടുവന്ന് ഇതിലൊക്കെ കണ്ടോ ഞാൻ നട്ട് പിടിപ്പിച്ചതാണ്. നമ്മളെ വെണ്ട കൈമെന്ന് നമ്മൾ കായ് വരെ പറിച്ചിട്ടോ. വെണ്ട നമ്മളെ കുപ്പികളിലൂടെ നട്ട് പിടിപ്പിച്ചാൽ ഉണ്ടാവും എന്നുള്ളത് പൂർണ്ണ ഒരു ഉറപ്പാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് നട്ട് നോക്കേണ്ടി. നമുക്കുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കി നടാൻ പറ്റും. അപ്പോൾ സ്ഥലമല്ല എന്നൊക്കെ പറയുന്നവർ ഒരു ടെറസിൻ്റെ വീടൊക്കെ ആണെങ്കിൽ നമുക്ക് ടെറസിൻ്റെ മുകളിൽ ഇതുപോലൊക്കെ നട്ട് പിടിപ്പിക്കുക. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അടുത്ത് വന്ന് ഒന്ന് സംരക്ഷിക്കുകയാണെങ്കിൽ അത് ഉഷാറിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ വഴുതനൊക്കെ കണ്ടില്ലേ, ഉഷാറിൽ തന്നെ ഉണ്ടായി വരുന്നുണ്ട് വഴുതന. അതുപോലെ നമുക്ക് വത്തക്ക ഇതിൻ്റെ ഇടയിലൊന്ന് നട്ട് പിടിപ്പിച്ചിന് കേട്ടോ. അതാണ് എൻ്റെ ഒരു സന്തോഷം. ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് എനിക്ക് വലിയൊരു ഉറപ്പൊന്നും ഉണ്ടായില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ വത്തക്കൊക്കെ നട്ട് പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന്മേന്ന് ഒരു കായ് ഉണ്ടാവുക എന്ന് പറയുന്നത് കണ്ടില്ലേ, ഭയങ്കര സന്തോഷം. ഇങ്ങനെയൊക്കെ കാണിച്ചു തരാം. ചെറിയൊരു കുഞ്ഞു കായ് കണ്ടില്ലേ, അത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കായ ഉണ്ടായിനി, അത് ഇങ്ങനെ തൊഴിഞ്ഞു പോയി. ഇതാണ് കണ്ടില്ലേ ചെറിയൊരു വത്തക്ക. അതിന്മേന്ന് വലുതായി ഉണ്ടാവുക. അപ്പം ഇത് തൊഴിഞ്ഞു പോവാതെക്കട്ടെ, നമുക്ക് നല്ലോണം സംരക്ഷണം കൊടുക്കണം. ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്കിങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എന്താ പറയുക, ഇതുണ്ടായി കാണാൻ തന്നെ ഭയങ്കര സന്തോഷം. നമ്മളെ ചീര നമ്മൾ ഈ സോഡാ ബോക്സിൽ നട്ട് പിടിപ്പിച്ചതാട്ടോ. ഇതാ നമുക്ക് ഒരു നേരത്തേക്കും നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ താളിച്ച് ഉപയോഗിക്കാൻ കഴിയാന്ന് പറയുന്നതൊക്കെ നമുക്ക് എന്താണ്, നമുക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ് നമ്മൾ നട്ട് പിടിപ്പിക്കാത്തത്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഇതിനൊക്കെ നമുക്ക് എന്താണ് പ്രതിഫലം കിട്ടും കേട്ടോ. അതൊരു ഉറപ്പാണ്. ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രധാനമായിട്ട് കാണേണ്ടത്. നമ്മൾ മല്ലിച്ചപ്പ് നട്ടിനല്ലോ, മല്ലി ഇങ്ങനെ വിതറി കൊടുത്തതിന് ഇതൊക്കെ തെഴുത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. മുളച്ച് വരുന്നത് കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ എന്നില്ലെന്ന് അറിയില്ല. ഇത് ഉഷാറായി ഉണ്ടായി വന്നതിന് ശേഷം നിങ്ങൾക്ക് നല്ലപോലെ ഞാൻ കാണിച്ചു തരും കേട്ടോ. അതുപോലൊക്കെ നട്ട് പിടിപ്പിച്ച് നോക്കണ്ടേ. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന മല്ലി പൊടിപ്പിക്കാൻ കൊണ്ടുവരുന്ന മല്ലി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വിതറി കൊടുത്താൽ മതി. ഇങ്ങനത്തെ ഒക്കെ ഓരോ ബോക്സിലൊക്കെ നട്ട് പിടിപ്പിക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. മല്ലി, പയറ്, വെണ്ട, വഴുതന ഇതുപോലൊക്കെ നട്ട് പിടിപ്പിച്ചവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കാം കേട്ടോ. എനിക്ക് ഇതെന്താ പറയുക, ഭയങ്കര സന്തോഷം. എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കൃഷി ചെയ്തതൊക്കെ നമ്മളിങ്ങനെ പറിക്കുമ്പോണ്ടാണ് ഒരു സന്തോഷം ഉണ്ടല്ലോ. അതിപ്പോൾ നമ്മൾ നല്ലോണം ഉഷാറിൽ ഇതുപോലെ ഒരുപാട് നട്ട് പിടിപ്പിച്ചാൽ ഇത്ര ഉണ്ടാവും എന്നുള്ളത്
ഒന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. ഞമ്മക്ക് ഉണ്ടായിട്ട് മറ്റുള്ളവർക്ക് ഇതിന്മേൽ കൊടുക്കുമ്പോൾ അതിൻ്റെ സന്തോഷങ്ങൾ വേറെ കേട്ടോ. ഇതൊക്കെ എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി. ഒരു തൈയെങ്കിലും വീട്ടുമുറ്റത്തൊന്ന് നട്ട് പിടിപ്പിച്ച് നോക്കേണ്ടി. അതുണ്ടായി വരുമ്പോൾ നമുക്ക് അതിന്മേലാണ് സന്തോഷം. അതിനാട്ടി കൂടുതൽ ഉണ്ടാക്കാൻ നമുക്ക് തോന്നും. എനിക്കിപ്പോൾ എന്താണ് തോന്നുന്നത്, ടെറസിൻ്റെ മുകളിൽ ഒരു പച്ചക്കറി തോട്ടം ആക്കണം എന്നാണ് എൻ്റെ ഒരു ഇതിങ്ങനെ ഉണ്ടായി വന്നപ്പോൾ നമുക്ക് ഉണ്ടായത് നിങ്ങൾക്ക് കാണിച്ചും തരികയാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ഇന്നത്തേക്കുള്ള ഒരു വിളവെടുപ്പ് കേട്ടോ. നമുക്ക് പയറും വെണ്ടി അത്യാവശ്യം നമുക്ക് ഉള്ളതുണ്ടല്ലോ, നമുക്ക് അതൊക്കെ പാടിട്ട് ഒരു ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. മെനിയാന്ന് ഞാൻ വെണ്ടത്താളിപ്പ് തളിച്ചു. മക്കൾ പറയാം എന്ത് ടേസ്റ്റ് നമ്മളെ പച്ചക്കറി തന്നെ. അപ്പം എന്താണ്, മക്കൾക്കും ഇത് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. ഏത് മക്കളും കഴിക്കാത്ത നമ്മൾ നട്ട് പിടിപ്പിക്കുന്നത് നമ്മളെ മക്കൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഉണ്ടായിട്ട് അത് കൂട്ടുമ്പോൾ ഏത് മക്കളും എന്താണ് കഴിക്കാത്തവരാണെങ്കിൽ നമ്മളതാകുമ്പോൾ നമുക്ക് ഒരു കൂട്ടാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ. കണ്ടില്ലേ, ഇന്നത്തെ വിളവെടുപ്പാണ് കേട്ടോ അത്. ഇനി എന്ത് ചെയ്യാൻ, എനിക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ ഒന്ന് അടിച്ച് വരണം കേട്ടോ. നമ്മളിങ്ങനെ ഞങ്ങൾ ടെറസിൻ്റെ മുകളിലൊന്നും വൃത്തിയില്ല എന്നൊന്നും ഇങ്ങനെ നോക്ക്. അത് ഒരുപാട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ താഴെ ഉണ്ടായിന്, നമ്മൾ ഒഴിവാക്കിയതൊക്കെ ഈ ടെറസിൻ്റെ മുകളിലാട്ടോ വെച്ചത്. ഇനി ഇവിടെ ഞാനിങ്ങനെ ഒന്നരാടെ ഞാൻ ഇങ്ങനെ അടിച്ചു വരും കേട്ടോ. അടിച്ചു വാരി ഇങ്ങനെ വൃത്തിയാക്കുന്നതാണ്. ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇലകളൊക്കെ വാരി ഞാൻ ഈ പച്ചക്കറി തൈലേക്ക് തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇതാണ് എൻ്റെ പച്ചക്കറിൻ്റെ ഒരു പ്രാധാന്യം. എൻ്റെ വളങ്ങളും ഇതന്നെ, ഈ ഇലകളൊക്കെയാണ് ഇതിലേക്കുള്ളത്. ഞാൻ ഇതിലിങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ മക്കൾ രണ്ടാളും അവിടെ തൊള്ളക്കാതെ വർത്താനം പറയുന്നുണ്ട് കേട്ടോ. ഒരു രണ്ടാളും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഒരു. അപ്പം ഞാൻ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി എടുക്കട്ടെ ടെറസിൻ്റെ മുകളിലൊക്കെ കേട്ടോ. പിന്നെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.